നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രി മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിലേവർക്കും സ്നേഹവന്ദനം. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വാക്യം യെശയ്യാ പ്രവചനത്തിൻ്റെ 11-ാം അധ്യായം 2-ാമത്തെ വാക്യമാണ്. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. ഈ വാക്യമാണ് നമുക്കിന്ന് ധ്യാനിക്കേണ്ടതായിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഇത് യഹോവയുടെ ആത്മാവ് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ആവസിക്കും എന്നിവിടെ പറയുന്നു. ഇത് കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. ഇങ്ങനെ ഫലം കായ്ച്ച ആത്മാവാണ് ക്രിസ്തുവിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ്. തൃത്വത്തിൽ 3-ാമനായ പരിശുദ്ധാത്മാവിൻ്റെ ഗുണഗണങ്ങളെ ഘോഷിക്കുന്ന, ഗുണഗണങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വാക്യമാണിത്. ഇത് വെളിപ്പാട് പുസ്തകത്തിലും 7 ആത്മാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 7 ആത്മാക്കൾ ഒരാത്മാവ് തന്നെയാണ്, യഹോവയുടെ ആത്മാവാണ് അത് എന്നാണ് ഈ വാക്യത്തിൽ ആദ്യം പറയുന്നത്. ഇനി രണ്ടാമത് പറയുന്നത് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്. എന്താണ് ജ്ഞാനം? ജ്ഞാനമെന്ന് വെച്ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ ഒരു ഉൾക്കാഴ്ചയ്ക്കാണ് ജ്ഞാനമെന്ന് പറയുന്നത്. അപ്പോൾ ജ്ഞാനത്തിൻ്റെ ആത്മാവ് എവിടെയാണ്? യഹോവയുടെ ആത്മാവിലാണുള്ളത്. ഇനി വിവേകത്തിൻ്റെ ആത്മാവ്. എന്താണ് വിവേകത്തിൻ്റെ ആത്മാവ്? കാരണം വസ്തുതകളെ, ബന്ധങ്ങളെ തിരിച്ചറിയുന്നതിനും അതിൻ്റെ ഓരോരോ വശങ്ങൾ മനസ്സിലാക്കി അതിനെ ശരിയായ വിധത്തിൽ ഉൾക്കൊള്ളാനുള്ള കഴിവിനാണ് വിവേകമെന്ന് പറയുന്നത്. ഇനി അടുത്തത് ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്. അത് ആലോചന നമുക്ക് എപ്പോഴാണ് ആവശ്യമായിട്ട് വരുന്നത്? പല ഘട്ടങ്ങളിൽ, വിവിധ ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ സന്ദർഭത്തിനനുസരിച്ച് നമ്മൾക്ക് ഓരോ ആലോചനകളുണ്ട്. ഈ ആലോചനകളെന്ന് വെച്ചാൽ ആ സിറ്റുവേഷനെ ഒന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാനുള്ള കഴിവാണ്. അപ്പോൾ ഈ കഴിവും എവിടെ നിന്നാണ് ലഭിക്കുന്നത്? പരിശുദ്ധാത്മാവിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി ബലത്തിൻ്റെ ആത്മാവ്. കാരണം ജീവിതത്തിൽ അനേകം വെല്ലുവിളികളുണ്ട്, അനേക പ്രയാസങ്ങളുണ്ട്, നേരിടാൻ വിഷമമുള്ള പല ഘട്ടങ്ങളുണ്ട്. ഈ ഘട്ടങ്ങളെ നേരിടാൻ നമ്മെ ശക്തീകരിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ബലത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത്. അപ്പോൾ ബലത്തിൻ്റെ ആത്മാവോട് കൂടെ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഇനി പറയുന്നത് എന്താണ്? പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, ദൈവഭക്തിയുടെ ആത്മാവ്. പരിജ്ഞാനമെന്ന് വെച്ചാൽ എന്താണ്? പുറമേയുള്ള കാഴ്ചകളോ അല്ലെങ്കിൽ പുറമേയുള്ള കാര്യങ്ങളോ സംസാരങ്ങളോ അതുപോലെ ഉൾക്കൊള്ളുകയല്ല, അതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അതിൻ്റെ മറവിലുള്ള യഥാർത്ഥമായ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ ഒരു ഉൾക്കാഴ്ച പ്രാപിപ്പാനുള്ള ഉദ്ദേശശുദ്ധിയോടെ അറിവുകളെ ഉപയോഗിക്കാനുള്ള കഴിവിനാണ് പരിജ്ഞാനത്തിൻ്റെ ആത്മാവ് സഹായിക്കുന്നത്. പരിജ്ഞാനം അതായത് കാണുന്നതിനപ്പുറമായിട്ട്, പുറമേയുള്ള ജ്ഞാനത്തിന് അപ്പുറമായിട്ട്. അതുകൊണ്ടാണല്ലോ പരിജ്ഞാനമെന്ന് പറയുന്നത്. അപ്പോൾ ഈ പരിജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ വിധത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാനും തീരുമാനമെടുക്കാനും ഒക്കെ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്തതെന്താണ്? ദൈവഭയത്തിൻ്റെ ആത്മാവ്, ദൈവഭക്തിയുടെ ആത്മാവ്.
യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ യഹോവ ഭക്തി, അതായത് ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള ബഹുമാനം, അത് നാം പ്രകടിപ്പിക്കുന്ന രീതികൾ, ഇതെല്ലാം ദൈവഭയമാണ്. അപ്പം ദൈവഭയം, അപ്പോൾ നമ്മളിത് ഈ 7 കാര്യങ്ങൾ ഒന്നിച്ച് ചിന്തിക്കണം. അതായത് ഈ ആദ്യത്തേത് യഹോവയുടെ ആത്മാവാണെന്ന് പറയുമ്പോൾ ഈ യഹോവയുടെ ആത്മാവിൻ്റെ പിന്നീടുള്ള ഗുണഗണങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചേരുന്ന ഒരു മഹത്തായ വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയാലും ആ ഗൈഡൻസിനാലും പരിശുദ്ധാത്മാവിനോടുള്ള ആ ഒരു ചേർന്നുള്ള ജീവിതത്തിലും മാത്രമേ നമുക്ക് വിജയകരമായി ഈ ഭൂമിയിലും വരുവാനുള്ളതിൽ പ്രവേശിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ ഈ ജ്ഞാനത്തോടുകൂടെ യഹോവ ഭക്തിയുടെ ആത്മാവോട് കൂടെ ജീവിച്ചാൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ഈ വക കാര്യങ്ങൾ മനസ്സിലാക്കി ശരിയായ വിധത്തിൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി തീരുവാൻ തക്കവണ്ണം നാം ഓരോരുത്തരും അത് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് വിധേയപ്പെടണമെന്ന് നിങ്ങളുടെ സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. ദൈവം അതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദ ലോർഡ്.